നിരോധിത ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനയുമായി ബന്ധമുള്ള 2023 ബാംഗ്ലൂർ ജയിൽ തീവ്രവാദ കേസിൽ 3 പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. വ്യാഴാഴ്ച പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച രണ്ടാമത്തെ അനുബന്ധ കുറ്റപത്രത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം, സ്ഫോടക വസ്തുക്കൾ തടയൽ നിയമം, അഴിമതി നിരോധന നിയമം, കർണാടക ജയിൽ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അനീസ് ഫാത്തിമ, ചാൻ പാഷ എ, ഡോക്ടർ നാഗരാജ് എസ് എന്നിവരെ NIA പ്രതി ചേർത്തു. 2023 ഒക്ടോബറിൽ ലോക്കൽ പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്ത NIA ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദ് ഉൾപ്പെടെ 9 പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരത്തിൽ ഭീകരത അഴിച്ചുവിടാൻ പദ്ധതിയിട്ടിരുന്ന പതിവ് കുറ്റവാളികളിൽ നിന്ന് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടതാണ് 2023 ജൂലൈ ബാംഗ്ലൂരു സിറ്റി പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്. നിരവധി ഭീകര കേസുകളിൽ ജീവപര്യന്തം തടവുകാരനായ T നസീറിനെ ജയിലിൽ നിന്നും കോടതിയിലേക്കുള്ള യാത്രാമധ്യേ രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കുന്നതിനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ലഷ്കർ-ഇ-തൊയ്ബയുടെ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങളെന്ന് NIA പറഞ്ഞു. 2008 ബാംഗ്ലൂരു സ്ഫോടന പരമ്പര കേസുകളിൽ നസീർ വിചാരണ തടവുകാരനായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച 3 പ്രതികളിൽ അനീസ് ഫാത്തിമ ജുനൈദിന്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ T നസീറിന് ലോജിസ്റ്റിക്കൽ പിന്തുണയും ഫണ്ടും അനീസ് ഫാത്തിമ നൽകിയതായി NIA പറയുന്നു. മകന്റെ നിർദ്ദേശപ്രകാരം ഹാൻഡ് ഗ്രനേഡുകളും വാക്കി ടോക്കികളും കൈകാര്യം ചെയ്യുന്നതിലും അവർ പങ്കാളിയായിരുന്നു. കൂടാതെ വിവിധ പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കിയിരുന്നു. പ്രധാന പ്രതിയായ സൽമാൻ ഖാനെ താമസിപ്പിച്ചതിലും യാത്രാരേഖകൾ ക്രമീകരിച്ച് ദുബായിലേക്ക് ഒളിച്ചോടാൻ സഹായിച്ചതിലും അനീസ് ഫാത്തിമയുടെ പ്രധാന പങ്ക് NIA അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് സൽമാനെ റുവാണ്ടയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തി. ബംഗളൂരു സിറ്റിയിലെ സിറ്റി ആംഡ് റിസർവ് സൗത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ചാൻ പാഷ തടവുകാരുടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ T നസീറുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ സൽമാനിൽ നിന്നും നിയമവിരുദ്ധമായ പ്രതിഫലം സ്വീകരിച്ചതായും ഏജൻസി അറിയിച്ചിട്ടുണ്ട്. പരപ്പന അഗ്രഹാരയിലെ സെൻട്രൽ ജയിൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടേഷനിലുള്ള സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നാഗരാജ് എസ് ജയിലിലേക്ക് അനധികൃതമായി മൊബൈൽ ഫോണുകൾ കടത്തി തടവുകാർക്ക് പണമായി വിൽക്കുന്നതിൽ പങ്കാളിയാണെന്നും അതിൽ പറയുന്നു. ഈ ഫോണുകളിൽ ഒന്ന് T നസീറിന് ലഭിച്ചിരുന്നു. ഭീകരാക്രമണ ഗൂഢാലോചന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗൂഢാലോചന നടത്താൻ തന്റെ സഹപ്രതികളുമായി ആശയവിനിമയം നടത്താൻ അദ്ദേഹം ഇത് ഉപയോഗിച്ചുവെന്നും NIA പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ഒളിവിൽ പോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഭീകരവിരുദ്ധ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.